ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, നാച്ചുറൽ ക്ലബ്ബും സംയുക്തമായി നടത്തിയ തൃശൂർ പൂരം ഫോട്ടോ പ്രദർശനവും അവാർഡുകളുടെ വിതരണവും നടത്തി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, നാച്ചുറൽ ക്ലബ്ബും സംയുക്തമായി സംസ്ഥാന തലത്തിൽ നടത്തിയ തൃശൂർ പൂരം ഫോട്ടോഗ്രാഫി അവാർഡുകൾ വിതരണവും ഫോട്ടോഗ്രാഫർമാർ എടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും തൃശൂർ പൂരം എക്സിബിഷൻ ഹാളിൽ നടന്നു. എക്സിബിഷൻ ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് AKPA സംസ്ഥാന പ്രസിഡന്റ് KC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. ഫോട്ടോഗ്രാഫിയിൽ 1ാം സ്ഥാനം ലഭിച്ച അജി ഗ്രേസ് തൃശൂർ, 2ാം സ്ഥാനം ലഭിച്ച സുനിൽ പുണർഗ, 3ാം സ്ഥാനം ലഭിച്ച P പ്രേംകുമാർ ആലുവ, പ്രോത്സാഹനങ്ങൾ ലഭിച്ച സുരേഷ് കീഴ്ത്താണി തൃശൂർ, വിപിൻ ബാലകൃഷ്ണൻ മലപ്പുറം, രജീഷ് രാജ് തൃശൂർ എന്നിവർക്ക് പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യരും പൂരം എക്സിബിഷൻ പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, എക്സിബിഷൻ സെക്രട്ടറി M രവികുമാർ എന്നിവർ ചേർന്ന് മൊമന്റോയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. ഫോട്ടോഗ്രാഫി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ പ്രായത്തെയും ഓരോ വർഷത്തെയും അടയാളപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫിയാണ്. മലയാളത്തിലെ പ്രശസ്തനായ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മഹാനടൻ മോഹൻലാലിനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിൽ ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സിനെയും തൃശ്ശൂക്കാരെയും പൂരപ്രേമികളൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു പേരാണ്. മോഹൻലാൽ എന്ന ആ മഹാനായ നടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിൽ ഫോട്ടോ തെക്കേ ഗോപുരനടയിലുള്ള കുടമാറ്റമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ തന്നെയാണ് ചോദിച്ചത്. തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന ആ കൂടിക്കാഴ്ചയുടെ ആ ഗ്രേറ്റ് ദർബാറിൻ്റെ ആ പിന്നിൽ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരവും അതിനു മുന്നിൽ 15 ആനകളും കോലവും കുടയും വെഞ്ചാമരവും ആലവട്ടവുമായി നിൽക്കുന്ന 15 ഗജശ്രേഷ്ഠന്മാരും അതിനു മുമ്പിൽ കാണില്ലെങ്കിലും അതിനു മുമ്പിൽ ചെണ്ട വായിക്കുന്നവരും ഒരു പൂഴി മണൽ താഴേക്ക് വീഴാത്ത രീതിയിൽ നിരന്നു നിൽക്കുന്ന, ഇടതെങ്ങി നിൽക്കുന്ന പൂരപ്രേമികളും അടങ്ങിയ ആ ചിത്രമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പോലെ പലർക്കും ഇഷ്ടപ്പെട്ട ചിത്രം. ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് വസതിനി, PV ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ മുദ്ര ഗോപി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ക്ലബ് കോർഡിനേറ്റർ KV ദേവദാസൻ സ്വാഗതവും ക്ലബ് കോർഡിനേറ്റർ രമേശ് അനന്യ നന്ദിയും പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. പൂരത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ കമ്മിറ്റിയും തൃശ്ശൂരിലെ നാച്ചുറൽ ക്ലബ്ബും കൂടി ചേർന്നിട്ടുള്ള പൂരം എക്സിബിഷനോട് ബന്ധപ്പെട്ടുകൊണ്ട് പൂരത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ മത്സരത്തിൽ വിജയികളുടെ ഫോട്ടോകളും അതിലേക്ക് മത്സരത്തിൽ വന്നിട്ടുള്ള ചിത്രങ്ങളുടെ ഒരു പ്രദർശനവുമാണ് ഇവിടെ ഈ പ്രദർശന നഗരിയിൽ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ ഉത്സവങ്ങളുടെ ഉത്സവം എന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാ പ്രൗഢ ഗംഭീരമായി നടക്കുന്ന ഒരൊറ്റ ഉത്സവമേ ഉള്ളൂ, അത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരം എന്ന് അറിയപ്പെടുന്നത് ആ ഒരു കാരണത്താൽ തന്നെയാണ്. കുടമാറ്റം പോലെ തന്നെ വൈവിധ്യമാർന്ന ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അനുഭവം അടുത്ത വർഷത്തേക്ക് കൂടുതൽ വിപുലീകരിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ. വ്യത്യസ്തമായ പ്രമേയങ്ങളും വ്യത്യസ്തമായ അവതരണവും കൂടി ഈ പ്രദർശനം പുതുമയുള്ളതാണ്. ഓരോ പൂരനഗരിയിലും പൂരപ്രദർശന നഗരിയിലും എത്തുന്ന ഏവർക്കും ഈ പൂരത്തിന് ശേഷവും പൂരം ആസ്വദിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഇവിടുത്തെ പൂരപ്രദർശനത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രദർശന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന ഫോട്ടോഗ്രാഫി AKPA പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിലെ വിജയികൾക്ക് തേർഡ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനം നൽകിയത് ബഹുമാനപ്പെട്ട അതിൻ്റെ ശ്രീ ജയരാജ് വാര്യരാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഈ പൂരം എക്സ്പോയെ സംബന്ധിച്ച് ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതിനോടൊപ്പം അടുത്ത വർഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത വർഷം ഇത് കൂടുതൽ വിപുലമായി ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം